ഹലോ ഹായ് ഡിയേഴ്സ്. ഇപ്പോൾ വെളുപ്പിന് 3:55 എനിക്ക് സേവ് ദ ഡേറ്റിൻ്റെ ഒരു ഫോട്ടോഷൂട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി എന്നെ വിളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആവാൻ തുടങ്ങി. അപ്പോഴും തന്നെ എൻ്റെ മോളും കൂടെ എന്നോടൊപ്പം എണീച്ച് വന്നു. ഞാൻ ഇതുപോലെ രാവിലെ മേക്കപ്പിനൊക്കെ പോകുമ്പം ചേച്ചിയുടെ വീട്ടിലാണ് അമ്മ കിടക്കുന്നത്, തൊട്ടടുത്ത് തന്നെ. അമ്മയെ വിളിച്ച് ഇപ്പുറത്ത് വീട്ടിൽ കൊച്ചിൻ്റെ അടുത്ത് കിടത്തിയിട്ടാണ് സാധാരണ പോവാറ്. പിന്നെ അടുത്തായതുകൊണ്ട് അവൾ ഉറങ്ങുന്നെങ്കിൽ എന്നെ ഷോപ്പിൽ കൊണ്ടാക്കിയിട്ട് പെട്ടെന്ന് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവൾ ഉണർന്ന് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. പിന്നെ ആളിനെയും കൂടെ എടുത്തുകൊണ്ടാണ് പോയത്. മോൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ കിടക്കുന്നത്. അമ്മയ്ക്ക് പനി ആയതുകൊണ്ടാണ് തീരെ ഞാൻ അമ്മയെ വിളിക്കാതിരുന്നത്. അങ്ങനെ ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ അവർ വന്നു. എൻ്റെ ഷോപ്പ് ഇവിടെ അടുത്തായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാം. അങ്ങനെ വന്ന് നമ്മൾ മേക്കപ്പ് തുടങ്ങി. സിമ്പിളായിട്ട് മതി അവൾക്ക്, വലിയ മേക്കപ്പൊന്നും വേണ്ട. ഹെയറും ഒന്ന് സെറ്റ് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ചെറിയൊരു മേക്കപ്പ് മാത്രം മതി. അവർക്ക് 5 മണിക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഫോട്ടോഷൂട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ മേക്കപ്പ് ചെയ്ത് പോണത്. ഇന്നലെയും എനിക്ക് 5:30 മണിക്ക് ഒരു ചെറിയ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ ഉറക്ക ക്ഷീണമൊക്കെ നന്നായിട്ട് മുഖത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വർക്ക് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴും നമുക്ക് സമാധാനം കാണത്തില്ലല്ലോ. നമ്മളെപ്പോഴും ഫോണെടുത്ത് സമയമായോ, അയ്യോ ഞാൻ ഉറങ്ങിപ്പോവോ, കോള് വരും, അലാറം കേൾക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ടെൻഷനുണ്ടല്ലോ. അപ്പോൾ എനിക്കത് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉറങ്ങാറില്ല. അപ്പോൾ ആ 2 ദിവസത്തെ ഉറക്കം നന്നായിട്ട് മുഖത്തുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ മോള് വന്ന് ഇവിടെ ബഹളം വെക്കാതെ മിണ്ടാതെയൊക്കെ ഇരുന്നു. സാധാരണ അവൾ ഷോപ്പിൽ വരുമ്പോഴത്തേക്ക് കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ ഫോൺ കൊടുക്കാനാണ് പറയുന്നത്. പക്ഷേ ഇത് ആളെന്താ മേക്കപ്പ് ഇഷ്ടമായതുകൊണ്ട് ബ്രഷും പൗച്ചും ഒക്കെ എനിക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷം എൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞതാണ്. എന്നിട്ട് അവിടെ കയറി ഇരുന്നു. പിന്നെ ഞാനും പിന്നെ കല്യാണ കുട്ടിയും കൂടെ, അവളൊക്കെ വർക്ക് എനിക്ക് തന്നെയാണ് തന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടുള്ള മേക്കപ്പാണിത്. അതിനുശേഷം ഞാൻ അവളോട് ചോദിക്കുന്നത് മതിയോ എന്നൊന്ന് നോക്കാം. അപ്പം അവൾക്ക് സിമ്പിളായിട്ട് മതിയെന്നുള്ളത് കൊണ്ട് ആ ഒരു ഇതിൽ തന്നെയാണ് ചെയ്തത്. ഇനി നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു എങ്ങനെ, അതായത് എൻഡ് കേൾ ചെയ്തിടാനാണോ അതേ ഫ്രീ ഹെയർ ആയിട്ടാണോ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ 2 തരം ഫോട്ടോഷൂട്ട് ഉണ്ട്. ഒന്ന് ട്രഡീഷണലായിട്ടും ഒന്ന് മോഡേൺ ആയിട്ടും. അപ്പോൾ പിന്നെ സ്റ്റൈൽ മാറ്റാനൊക്കെ പാടാകുന്നത് കൊണ്ട് സാരിക്കും അതിനും കൂടെ ചേരുന്ന രീതിയിൽ ഫ്രീ ഹെയർ ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രീ ഹെയർ ആയിട്ടിട്ട് അപ്പം തന്നെ ഏകദേശം 5 മണി ആവാറായി. അപ്പോൾ പിന്നെ വെപ്രാളമായിരുന്നു അവർക്ക് പോകണം. അവർക്ക് അങ്ങ് പോയിട്ട് എനിക്കും വീട്ടിൽ പോയിട്ട് പിന്നെ ഉറങ്ങാൻ നേരമില്ല. പിന്നെ മോന് പോകണം. അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ബ്ലോ ഡ്രൈ കൊടുത്ത് ഫ്രണ്ട് ചെറിയ രീതിക്ക് ഒരു പഫും കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവൾക്ക് ആ ലുക്ക് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അവളോട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ കസ്റ്റമറെ ഒരുക്കി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് പിന്നെ അവരെ മുഖത്ത് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളുടെ ഇഷ്ടം ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. എനിക്ക് തോന്നി അവൾക്കത് നല്ല ഭംഗിയുണ്ടെന്ന്. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ജസ്റ്റ് ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് ബാക്ക് കോംബ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ആണ് ഹെയർ ചെയ്തേക്കുന്നത്. പിന്നെ അവൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സ്പ്രേ ഒക്കെ അടിച്ചൊന്ന് സെറ്റ് ചെയ്തു. കാരണം ട്രാവൽ ചെയ്ത് പോകുമ്പോൾ പിന്നെ മുടി പറക്കുമ്പോൾ പിന്നെ അതൊരു വൃത്തികേടായിട്ട് തോന്നും ഫോട്ടോയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് സ്പ്രേ ഒക്കെ അടിച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും കെട്ടാൻ നിൽക്കുന്ന ആൾ വന്ന് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മൾ ബാക്കി മേക്കപ്പ് ചെയ്യാണ്. അങ്ങനെ മേക്കപ്പൊക്കെ പൂർത്തിയായി. പക്ഷെ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഞാൻ പിടിച്ചു നിർത്തി ഒരു വീഡിയോ എടുത്തു. ഇതാണ് ആളിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോട്ടോ കിട്ടുന്നതിന് ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും.